ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള സൈക്കോളജിയുടെ 4ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്, അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആക്രമണോത്സുകതയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്, അഥവാ അറ്റാക്കിംഗ് ടെൻഡൻസിയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഇതിന് മുമ്പത്തെ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആക്രമണോത്സുകതയാണ് പഠിക്കാൻ പോകുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ഈ ഒരു ടെൻഡൻസി നമുക്കറിയാം, ഈ ഒരു പ്രിസൺ ഓഫീസർ എന്ന് പറഞ്ഞാൽ എന്താണ്, ജയിൽ വകുപ്പിന് കീഴിലുള്ളൊരു തസ്തികയാണെന്ന് നമുക്കറിയാലോ. അപ്പോൾ ആ തസ്തികയിൽ എന്താണ് ആക്രമണം, അതായത് നമുക്കറിയാം ഒരു ജയിലിൽ അറ്റാക്കിംഗ് ടെൻഡൻസി, അതായത് ആക്രമണോത്സുകത ഉള്ള അറ്റാക്കിംഗ് ടെൻഡൻസിയൊക്കെ ഉള്ള ഒരുപാട് പ്രിസണേഴ്സ് വരുന്നതാണ്. അപ്പോൾ നമ്മളിത് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ സൈക്കോളജിയിൽ നമുക്ക് ഈ ആക്രമണോത്സുകതയെക്കുറിച്ച് പഠിക്കേണ്ടതായിട്ട് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോഴേ ബേസ് ചെയ്ത് പഠിച്ചു പോകാം. അപ്പോൾ പഠിച്ചേക്കുക. അപ്പോൾ എന്താണ് ആക്രമണോത്സുകത എന്ന് പറയുന്നത്, എന്താണ് അഥവാ അറ്റാക്കിംഗ് ടെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് പഠിക്കാം. മനുഷ്യൻ്റെ ആക്രമണ സ്വഭാവത്തെ നിർവചനം നൽകാൻ സാധിക്കാത്തതിൽ പലപ്പോഴും അത് പരസ്യമോ രഹസ്യമോ ആണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഒരു മനുഷ്യനിപ്പം ഒരാളെ അടിക്കാൻ പോവുക. അപ്പോൾ കാരണം എന്താ നമുക്ക് ഒരിക്കലും നിർവചിക്കാൻ കഴിയില്ല. പല കാരണങ്ങളും കൊണ്ടായിരിക്കും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അടിക്കാൻ പോകുന്നത് കേട്ടോ, അടിക്കുന്നത് അല്ലെങ്കിൽ ആക്രമിക്കാനൊക്കെ പോകുന്നത്. അത് തന്നെ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്കോ സമൂഹത്തിനോ സംഘടനയ്ക്കോ കേടുപാടുകളോ മറ്റു ദോഷങ്ങളോ വരുത്തുക എന്ന ഉദ്ദേശത്തോടെയുള്ള ഇടപെടലാണ് മാനസിക സംഘർഷങ്ങളിൽ അഥവാ മോഹഭംഗങ്ങളിൽ നിന്നുള്ള ഉടലെടുക്കുന്ന ആക്രമണം കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഒരു മാനസിക സംഘർഷങ്ങളോ അഥവാ മോഹഭംഗങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന ആക്രമണം എങ്ങനെയായിരിക്കും. ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു വ്യക്തിയോട് വിരോധമുണ്ടെങ്കിൽ എന്താണ്, മറ്റൊരു വ്യക്തിയോട് വിരോധമുണ്ടെങ്കിൽ അവനെ ആക്രമിക്കാം. അതുപോലെ തന്നെ ഒരു സമൂഹത്തിനോട് വിരോധമുണ്ടെങ്കിലോ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനോ അല്ലെങ്കിൽ ആ സംഘടനയ്ക്കോ ഇഷ്ടമില്ലാത്തൊരു സംഘടനയ്ക്കോ അതുപോലെ തന്നെ ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്, അവരെ കേടുപാടുകളോ മറ്റു ദോഷങ്ങളോ വരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ഇടപെടലുകളെയാണ് മാനസിക സംഘർഷങ്ങളിൽ അഥവാ മോഹഭംഗങ്ങളിൽ നിന്നോ ഉടലെടുക്കുന്ന ആക്രമണം എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അടുത്ത പോയിന്റാണ്, അതിനോട് ചേർന്ന് തന്നെ പഠിക്കേണ്ടതാണ്. വേദനാജനകമായ അനുഭവങ്ങൾ, തടസ്സപ്പെട്ടുപോയ ലക്ഷ്യങ്ങൾ മൂലമുള്ള നിരാശ, ഇവയൊക്കെ ആക്രമണത്തിന് കാരണമാകുന്നു. നമുക്കറിയാം ഒരു അറ്റാക്കിംഗ് ടെൻഡൻസി വരാൻ കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഒന്ന്, നമുക്ക് അറിയാം നമ്മൾ ഒരാളെ ഇപ്പോൾ ഒരുപാട് വേദനിപ്പിച്ച് അയാൾക്ക് ഒരുപാട് വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ നൽകി കഴിഞ്ഞാൽ എന്താണ്, അദ്ദേഹത്തിന് അറ്റാക്ക് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും. ഒരു വ്യക്തിയെ മാക്സിമം നമ്മൾ വേദനാജനകമായ അനുഭവങ്ങൾ കൊടുത്തുകൊണ്ടേ ഇരുന്നതിന് എന്താണ്, അവനൊരു അറ്റാക്ക് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും. അതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ തടസ്സപ്പെട്ടു പോയ ലക്ഷ്യങ്ങൾ മൂലമുള്ള നിരാശ, ചിലർക്ക് നിരാശയിൽ നിന്നും ഒരാളെ ഉപദ്രവിക്കാൻ സ്വാഭാവികമായിട്ട് തോന്നുന്നതാണ് ഇവിടെ പറയുന്നത്, സൈക്കോളജി പ്രകാരം പറയുന്നത്. അപ്പോൾ പഠിച്ചു വെക്കുക. വേദനാജനകമായ അനുഭവങ്ങൾ, തടസ്സപ്പെട്ടുപോയ ലക്ഷ്യങ്ങൾ മൂലമുള്ള നിരാശ, ഇവയൊക്കെ ആക്രമണത്തിന് കാരണമാകുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഒരു കോമൺ മാനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു 99% ആൾക്കാരും നമ്മളെന്താണ് നമ്മുടെ ആംഗ്രി അഥവാ നമ്മുടെ ദേഷ്യം അഥവാ ആക്രമണോത്സുകത കൺട്രോൾ ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ 1% മാത്രമാണ് കൺട്രോൾ ചെയ്യാതെ നിൽക്കുന്നത്. അവരാണ് എന്താണ് മറ്റ് തെറ്റുകളിലേക്കും അല്ലെങ്കിൽ എന്താണ് കുറ്റകൃത്യങ്ങളിലേക്കും ഒക്കെ പോകുന്നതെന്നാണ് ഇതിൻ്റെ ഒരു ബേസ് ഫാക്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ക്ലിയർ ആണ്? അതുപോലെ തന്നെ ആക്രമണം ഒരു തരം രക്ഷായുക്തി തന്ത്രമാണ്. നമുക്കറിയാം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വരുക, അപ്പോൾ നമുക്ക് ഡിഫൻസിന് നമുക്ക് എന്താണ് ആക്രമിക്കാം. അപ്പോൾ എന്നെ ഇപ്പോൾ ഒരാൾ അടിക്കാൻ വരുമോ, അപ്പോൾ ഞാൻ എന്നെ അടിക്കാൻ വരുന്നത് ഞാൻ തടഞ്ഞ് എനിക്കൊരു രക്ഷായുക്ത തന്ത്രമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരാൾ ആക്രമിക്കാൻ വരുവാണെങ്കിൽ എനിക്ക് എൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി അയാളെ ആക്രമണം ശക്തി തോന്നും എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് പറയുന്നത് ആക്രമണം ഒരുതരം രക്ഷായുക്തി തന്ത്രം കൂടിയാണ്. ക്ലിയർ ആണ്? അതുപോലെ തന്നെ മോഹഭംഗത്തിൻ പ്രഭവത്തെ തകർക്കാൻ ശ്രമിക്കുക വഴിയാണ് ഈ വ്യക്തി ഈ തന്ത്രം സ്വീകരിക്കുന്നത് കേട്ടോ. അപ്പോൾ മോഹഭംഗത്തിൻ പ്രഭവത്തെ തകർക്കാൻ ശ്രമിക്കുക വഴിയാണ് ഈ ഒരു വ്യക്തി ഈ ഒരു തന്ത്രം സ്വീകരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആണ്? ഇനി നമുക്ക് പോയിന്റ്സ് പഠിച്ചു പോകാം. അതായത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഇനി തൊട്ടുള്ളതാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതൽ. അപ്പോൾ ആക്രമണം 2 തരത്തിലുണ്ടെന്നാണ് സൈക്കോളജി പ്രകാരം പറയുന്നത്. ഒന്ന്, പ്രത്യക്ഷാക്രമണവും അതുപോലെ തന്നെ പരോക്ഷാക്രമണവും. അപ്പോൾ നമുക്കറിയാം, നിങ്ങൾക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കണക്റ്റ് ആകും. അതായത് പ്രത്യക്ഷാക്രമണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ നേരിട്ട് വേദനിപ്പിക്കുന്നത് അഥവാ ആക്രമിക്കുന്നത്. പ്രത്യക്ഷാക്രമണം എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പം നമ്മൾ ഡയറക്റ്റ് ഡിഫെൻസ് ചെയ്യുന്നത്. അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ നേരിട്ട് വേദനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ആക്രമിക്കുന്നതോ ആണ് പ്രത്യക്ഷ ആക്രമണം എന്ന് പറയുന്നത്. പ്രത്യക്ഷാക്രമണം. അപ്പോൾ പരോക്ഷാക്രമണം എന്താണ് പറയുന്നത്, അത് നേരെ വിപരീതമായിരിക്കുമല്ലോ. പരോക്ഷാക്രമണം എന്തായിരിക്കും? പരോക്ഷാക്രമണം എന്ന് പറയുന്നത്
ഒരു വ്യക്തി തൻ്റെ മോഹഭംഗത്തിന് കാരണമായ പ്രഭവസ്ഥാനത്തിനെ മാനിക്കാതെ മറ്റൊരു വ്യക്തിയെ ഉപദ്രവിക്കുന്നതാണ്. അതായത് ഒരു വ്യക്തി തൻ്റെ മോഹഭംഗത്തിന് കാരണമായ പ്രഭവസ്ഥാനത്തിനെ മാനിക്കാതെ മറ്റൊരു വ്യക്തിയെ ഉപദ്രവിക്കുന്നതാണ് പരോക്ഷാക്രമണം എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഉദാഹരണം സഹിതം തന്നിട്ടുണ്ട്. ഉദാഹരണം എന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാരുടെ അടി കിട്ടുന്ന മൂത്ത കുട്ടി ഇളയ കുട്ടിയെ ഉപദ്രവിക്കുന്നത്. നമ്മളൊക്കെ പണ്ടും നമ്മളൊക്കെ ചില വീടുകളിൽ കാണുന്നതാണ്. എന്താണ് അച്ഛനമ്മമാർ എന്തെങ്കിലും കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും കാര്യത്തിനൊക്കെ വഴക്കുണ്ടാക്കുമ്പോൾ അച്ഛനമ്മമാരെന്താണ് മൂത്ത കുട്ടിയല്ലേ അടിക്കുന്നത്. അപ്പോൾ മൂത്ത കുട്ടിക്ക് എന്താണ് അച്ഛനമ്മമാരെ അടിക്കാൻ സാധിക്കില്ലല്ലോ. അതായത് അവരെ ഒരു ബഹുമാനം റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ അച്ഛനും അമ്മമാർ. അതുകൊണ്ട് എന്ത് ചെയ്യും, അവൻ്റെ ആ ദേഷ്യം മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യും, അവന് ഇളയ കുട്ടിയെ ഉപദ്രവിക്കും. അതെല്ലാം ഒട്ടുമിക്ക വീടുകളിൽ അത് കാണുന്നതാണ്. അവനെന്താണ് അവൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയാതെ അവൻ ഇളയ കുട്ടിയെ ഉപദ്രവിക്കും. അവിടെ അതാണ് പറയുന്നത് പരോക്ഷാക്രമണം. അപ്പോൾ അവനുള്ള ശിക്ഷ തന്നതാരാണ്? അച്ഛനും അമ്മയാണ് അവനെ അടിച്ചത്. പക്ഷെ അവൻ അടി കൊടുത്തത് ആർക്കാണ്? ഇളയ കുട്ടിക്കാണ് ഉപദ്രവിച്ചത്. അതാണ് ഇവിടെ പറയുന്നത് പരോക്ഷാക്രമണം. നമുക്ക് ഒരു വ്യക്തി തൻ്റെ മോഹഭംഗത്തിന് കാരണമായ പ്രഭവസ്ഥാനത്തിനെ മാനിക്കാതെ മറ്റൊരു വ്യക്തിയെ ഉപദ്രവിക്കുന്നതാണ് പരോക്ഷാക്രമണം എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ആക്രമണം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പ്രത്യക്ഷാക്രമണം, രണ്ട് പരോക്ഷാക്രമണം. പ്രത്യക്ഷാക്രമണം എന്താണ്? ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ നേരിട്ട് വേദനിപ്പിക്കുന്നത് അഥവാ ആക്രമിക്കുന്നതാണ് പ്രത്യക്ഷാക്രമണം എന്ന് പറയുന്നത്. രണ്ടെന്താണ് പരോക്ഷാക്രമണം. അതായത് ഒരു വ്യക്തി തൻ്റെ മോഹഭംഗത്തിന് കാരണമായ പ്രഭവസ്ഥാനത്തിനെ മാനിക്കാതെ മറ്റൊരു വ്യക്തിയെ ഉപദ്രവിക്കുന്നതാണ് പരോക്ഷ ആക്രമണം എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? രണ്ടും ക്ലിയർ ആയി. ഇനി നമുക്ക് പോയിന്റ്സ് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണേ. അടുത്തത്, മറ്റൊരു വ്യക്തിക്ക് അസുഖകരമായ അവസ്ഥ പ്രദാനം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പ്രവർത്തനത്തെ പ്രതികരണത്തെ ആക്രമണം എന്ന് പറയാം കേട്ടോ. അപ്പോൾ നമുക്കറിയാം മറ്റൊരു വ്യക്തിക്ക് അസുഖകരമായ അവസ്ഥ, അതായത് നമ്മളിപ്പോൾ ഒരാളെ അയാളെ ഇടിച്ച് കൈയും കാലും ഓടിച്ചു കഴിഞ്ഞാൽ എന്താണ്, അപ്പോൾ അയാൾക്കതൊരു അയാളോട് ചെയ്യുന്ന എന്തിനാ അസുഖകരമായിട്ടുള്ള അവസ്ഥയല്ല അയാൾക്ക് പ്രദാനം ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. മറ്റൊരു വ്യക്തിക്ക് അസുഖകരമായ അവസ്ഥ പ്രദാനം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പ്രവർത്തനത്തെ ഓർ പ്രതികരണത്തെ ആക്രമണം എന്ന് പറയാം. ക്ലിയർ ആണ്? അതുപോലെ തന്നെ ഭയം, നിരാശ, കോപം, സമ്മർദ്ദം എന്നീ വൈകാരിക ഭാവത്തിൽ നിന്നും ഉടലെടുക്കുന്നതാണ് ആക്രമണം. നമുക്കറിയാം ചില സമയങ്ങളിൽ നമ്മുടെ ഭയത്തിൽ നിന്നുമൊക്കെ ആക്രമിക്കാൻ തോന്നും അല്ലേ? അതുപോലെ തന്നെ നിരാശ കൂടി വരുമ്പോഴെന്താണ് മറ്റുള്ളവരെ ആക്രമിക്കാനുള്ളൊരു ടെൻഡൻസി ചിലർക്ക് വരും. അതുപോലെ തന്നെ കോപം, നമുക്ക് ഒരുപാട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മളെന്താണ് ഒരാളെ അടിക്കത്തില്ലേ അന്ന് പറഞ്ഞിട്ടുണ്ട്. കോപം, അതുപോലെ തന്നെ പ്രഷർ, സമ്മർദ്ദം കൂടി എന്നീ അതായത് ഭയം, നിരാശ, കോപം, സമ്മർദ്ദം എന്നൊക്കെയുള്ള ഈ വൈകാരിക ഭാവത്തിൽ നിന്നും ഉടലെടുക്കുന്നതാണ് ആക്രമണം എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അതുപോലെ തന്നെ ആക്രമണോസ്തുകത പെരുമാറ്റം സമ്മർദ്ദം ഒഴിവാക്കാൻ ഉപയുക്തമാണെന്നാണ് പറയുന്നത്. അതായത് ആക്രമണോസ്തുത പെരുമാറ്റം, അതായത് ആക്രമിക്കുന്നത് എന്താണ്, ഇപ്പോൾ സമ്മർദ്ദമൊക്കെ ഒരുപാട് കൂടിയ വ്യക്തികൾ ആക്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് സമ്മർദ്ദമൊക്കെ ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള, പക്ഷെ നമുക്ക് എല്ലാ മനുഷ്യരും അങ്ങനെയാണോ? ഒരിക്കലും അല്ല. എന്നാൽ ചില മനുഷ്യർ അങ്ങനെയാണ്, അതായത് ആക്രമിക്കും അല്ലേ. നമുക്ക് എല്ലാവർക്കും ദേഷ്യം പല രീതിയിലാണ്. നമുക്ക് എനിക്ക് അതായത് നമ്മളൊരു 99%, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 99% ആൾക്കാരും ഈ ഭയവും നിരാശയും കോപവും സമ്മർദ്ദവും എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നമ്മളെല്ലാവരും എന്താണ് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്താണ് ഇരിക്കുന്നത്. ഈ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് ക്രൈംസിലും കുറ്റകൃത്യത്തിലും ഒക്കെ പോകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ബേസിക് കേട്ടോ, ബേസിക് ഐഡിയ അതാണ് പറയുന്നത്. ക്ലിയർ ആണ്? അടുത്തത്, മനുഷ്യൻ്റെ ആക്രമണത്തെ നേരിട്ട് പഠിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല എന്നാണ് സൈക്കോളജി പ്രകാരം പറയുന്നത്. അതായത് ഇപ്പം നമുക്കറിയാം, ഞാൻ കുറച്ച് പറഞ്ഞ പോലെ പല ടൈപ്പിലുള്ള ആൾക്കാരാണ് ആക്രമിക്കുന്നത്. നമുക്ക് ഓരോരുത്തരും ആക്രമിക്കുന്നത് ഓരോ രീതിയാണ്. ഇപ്പം നമുക്കിപ്പോൾ എന്താണ് പറയാൻ പറ്റുന്നത്? ചില അതായത് റിപ്പർ എന്ന് പറഞ്ഞ ഒരാളില്ലാണ് പണ്ട് നമ്മളെ ഈ കുറ്റകൃത്യമൊക്കെ ചെയ്യുന്നത്, തലയടിച്ചു പൊട്ടിക്കുന്നത്. അപ്പോൾ അയാൾ എങ്ങനെയാണ് ആക്രമിക്കുന്നത്? തലയടിച്ചു പൊട്ടിക്കുന്നത്. ചിലരെങ്ങനെയാണ് കൈയും കാലും ഓടിച്ചു പൊട്ടി. എല്ലാവരും പല രീതിയിലാണ് ആക്രമിക്കുന്നത്. ഈ ക്രിമിനൽസ് പല രീതിയിലാണ് ആക്രമിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. മനുഷ്യൻ്റെ ആക്രമണത്തെ നേരിട്ട് പഠിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല. അതുപോലെ തന്നെ ആൽബർട്ട് ബദൂര തൻ്റെ സാമൂഹിക പഠന സിദ്ധാന്തത്തിൽ ഒരു വ്യക്തിയിൽ ക്രൂരതയും ആക്രമവാസനയും സമൂഹ മനസ്സിലേക്ക് കടന്നു വരുന്നതിന് ദൃശ്യമാധ്യമങ്ങൾ കാരണമാകാമെന്ന് പ്രതിപാദിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ, അതായത് നമ്മുടെ സിനിമ തന്നെ ഓർത്തോക്കണം. സിനിമകൾ ഒരു കുട്ടിയെ ഒരു സിനിമ കാണിച്ചു കഴിഞ്ഞാൽ എന്താണ്
കാണിച്ചു കൊടുത്ത് അവനത് ചെയ്യാനുള്ള ടെൻഡൻസി വരത്തില്ല. അതുകൊണ്ടല്ലേ നമുക്ക് ഇവിടെ ഇപ്പം എ സർട്ടിഫിക്കറ്റ് സിനിമാസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇപ്പം പഴയ രീതിയിലുള്ള എ അല്ല, ഇപ്പോഴത്തെ എ സർട്ടിഫിക്കറ്റ് സിനിമകൾ ഏത് സിനിമയ്ക്കൊക്കെയാണ് കൊടുക്കുന്നത്? ഓവറായിട്ട് വയലൻസ് ഉള്ള സിനിമയ്ക്കല്ലേ കൊടുക്കുന്നത്. നമുക്ക് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഉണ്ണിമൂന്നൻ്റെ ഒരു മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അതിൽ ഭയങ്കര വയലൻസ് ആണ്. അത് കുട്ടികളെ ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത ഒരു സിനിമ കൂടിയാണ് മാർക്കോ എന്ന് പറഞ്ഞത്. അതായത് അത് ഭയങ്കര ഓവർ വയലൻസ് ആണ്. ഓവർ വയലൻസ് കാണുമ്പോൾ കൊച്ചുകുട്ടികളല്ലേ, അവർക്ക് അതിനോട് ഒരു താല്പര്യം തോന്നും. അവർക്ക് ആ ഒരു കൊച്ചുകുട്ടികളുടെ ടെൻഡൻസി ആകുമ്പോൾ നമ്മൾ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ കാണുന്നത് നമുക്ക് ചെയ്യാനുള്ളൊരു ഇത് വരും. പണ്ടെന്താണ്, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. പണ്ട് നമ്മൾ ഈ സ്പൈഡർമാനും സൂപ്പർമാനും ഒക്കെ പറക്കുന്ന കണ്ടിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് അതുപോലെ കുഞ്ഞിലെ ചെറുപ്പത്തിലൊരു കഥയാണ് പറയുന്നത്. നമുക്ക് രസകരമായിട്ട് ക്ലാസ് കൊണ്ടുപോകാം. അപ്പം ചെറുപ്പത്തിലൊരു കഥയാണ് പറയുന്നത്. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അവൻ ചെറുപ്പകാലത്ത് സൂപ്പർമാൻ്റെ ഇത് കണ്ടുകൊണ്ട് ആ ഒരു പുറകിലൊരു കൈലിയും വെച്ച് കൂട്ടി പെരയുടെ മെണ്ടയ്ക്കൊന്ന് എടുത്തടി സൂപ്പർമാനെ പോലെ ചാടുമെന്ന് പറഞ്ഞു. പക്ഷെ അവൻ തറയിൽ വീണ് അവൻ്റെ കൈയും കാലും ഒടിഞ്ഞു എന്ന് പറയുന്ന പോലെയാണ് കൊച്ചു കുട്ടികളെ ഈ അതായത് ഭയങ്കര വയലൻസ് ഉള്ള സിനിമകളെ കാണിക്കുമ്പോൾ അവർക്ക് അതുപോലെ അവരുടെ മൈൻഡ് അതുപോലെ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വളരെ കൂടുതലാണ് എന്നാണ് പറയുന്നത്, സൈക്കോളജി പ്രകാരം പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആൽബർട്ട് ബദൂര തൻ്റെ സാമൂഹിക പഠന സിദ്ധാന്തത്തിൽ ഒരു വ്യക്തിയിൽ ക്രൂരതയും ആക്രമവാസനയും സമൂഹ മനസ്സിലേക്ക് കടന്നു വരുന്നതിന് ദൃശ്യമാധ്യമങ്ങൾ കാരണമാകാമെന്ന് പ്രതിപാദിച്ചു. അപ്പം ഞാൻ മാർക്കോ പറഞ്ഞു. മാർക്കോ പോലെ തന്നെ വേറെ ഒരുപാട് സിനിമകളുണ്ട്. അതായത് ആനിമൽ എന്ന് പറഞ്ഞൊരു രൺബീർ കപൂറിൻ്റെ സിനിമകളൊക്കെ ഉണ്ട്. ഒരുപാട് വയലൻസ് ഉള്ള സിനിമകളൊക്കെ ഉണ്ട്. അതൊക്കെ കുട്ടികളെ കാണിക്കരുത് എന്നാണ്, അതാണ് സെൻസർ ബോർഡ് പറയുന്നത്. അതാണ് ഇപ്പോഴത്തെ എ സർട്ടിഫിക്കറ്റ് സിനിമ എന്ന് പറഞ്ഞാൽ എന്താണ്, കുട്ടികളെ ആ ഒരു 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ ആ പടങ്ങൾ. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ തിയേറ്ററിലും പലതും കൊച്ചു കുട്ടികളെ കൊണ്ടൊക്കെയാണ് മാർക്കോ സിനിമകളൊക്കെ കാണാൻ പോയിട്ടുള്ളതെന്നൊക്കെയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുന്നത്. അപ്പം മാക്സിമം ഇങ്ങനെയുള്ള സിനിമകൾ കൊച്ചുകുട്ടികളെ കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ആൽബർട്ട് ബദൂര തൻ്റെ സാമൂഹ്യ പഠനത്തിൽ നിന്ന് അദ്ദേഹം ഇത് തൻ്റെ ബോബോ പാവ പരീക്ഷണത്തിലൂടെയാണ് അദ്ദേഹം തെളിയിച്ചത്. അപ്പോൾ അദ്ദേഹം ഇത് തൻ്റെ ബോബോ പാവ പരീക്ഷണത്തിലൂടെയാണ് അദ്ദേഹം തെളിയിച്ചത്. ഇനി നമുക്ക് നോക്കാം. ഒരു വ്യക്തി തൻ്റെ ഇഷ്ടക്കുറവിൻ്റെ തോത് മറ്റൊരു വ്യക്തിയിലേക്ക് പ്രകടിപ്പിക്കുന്നതിനെയാണ് ആക്രമണം എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം നമുക്ക് ഇഷ്ടമല്ലാത്തൊരു നമുക്കിപ്പോൾ എല്ലാവരും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി നമുക്ക് മുമ്പിൽ വന്നിട്ട് അവൻ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തോ തോന്നും, അവനെ ആക്രമിക്കാനുള്ളൊരു ടെൻഡൻസി വരും. നമുക്ക് അവനോടൊരു ദേഷ്യം തോന്നും. പക്ഷെ എന്നിരുന്നാൽ നമ്മൾ ആക്രമിക്കത്തില്ല, ഒരു കോമൺ മൈൻഡ് സെറ്റ് വെച്ച് നമ്മൾ ആക്രമിക്കത്തില്ല. അപ്പോൾ ആക്രമിക്കുന്നവരും ഉണ്ട് ആ ടെൻഡൻസി. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഒരു വ്യക്തി തൻ്റെ ഇഷ്ടക്കുറവിൻ്റെ ആ തോത് മറ്റൊരു വ്യക്തിയിലേക്ക് പ്രകടിപ്പിക്കുന്നതിനെയാണ് ആക്രമണം എന്ന് പറയുന്നത്. അടുത്തത്, കോപം ഉണർത്താൻ നേരിട്ട് കാരണക്കാരനാവാത്ത വ്യക്തിയോട് തോന്നുന്ന കോപം അഥവാ ആക്രമണമാണ് ആദേശിത കോപം അഥവാ ആദേശിത ആക്രമണം. അതായത് കോപം ഉണർത്താൻ നേരിട്ട് കാരണക്കാരനാവാത്ത വ്യക്തി. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക പെട്ടെന്നാലും, പക്ഷെ അവനല്ല അതിന് കാരണം, നമ്മളെ ദേഷ്യപ്പെടുത്താനുള്ള കാരണം. എന്നിരുന്നാൽ പോലും നമുക്ക് അവനോടൊരു ദേഷ്യം തോന്നും. അതാണ് ഇവിടെ പറയുന്നത്. അതായത് കോപം ഉണർത്താൻ നേരിട്ട് കാരണക്കാരനാവാത്ത വ്യക്തിയോട് തോന്നുന്ന കോപം അഥവാ ആക്രമണമാണ് ആദേശിത കോപം അഥവാ ആദേശിത ആക്രമണം എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അടുത്ത പോയിന്റ്, സ്കൂൾ പ്രായത്തിൽ പൊതുവെ കുട്ടികളിൽ കണ്ടുവരുന്ന കോപമാണ് ആദേശിത കോപം കേട്ടോ. സ്കൂൾ പ്രായത്തിൽ പൊതുവെ കുട്ടികളിൽ കണ്ടുവരുന്നൊരു കോപമാണ് ആദേശിത കോപം കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് ഒരു മാർക്ക് പ്രതീക്ഷിക്കാമല്ലോ. ഈ ഒരു നല്ലൊരു പോയിന്റാണ്, പരീക്ഷയ്ക്ക് ചോദിക്കും, നല്ലൊരു പോയിന്റാണ്. അപ്പോൾ സ്കൂൾ പ്രായത്തിൽ പൊതുവെ കുട്ടികളിൽ കണ്ടുവരുന്ന കോപം ഏതാണെന്ന് പരീക്ഷിക്കുകയും ഏതാണ് ആദേശിത കോപം. അപ്പോൾ എന്താണ് ആദേശിത കോപം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചതാണ്. കോപം ഉണർത്താൻ നേരിട്ട് കാരണക്കാരനാവാത്ത വ്യക്തിയോട് തോന്നുന്ന കോപം അഥവാ ആക്രമണമാണ് ആദേശിത കോപം അഥവാ ആദേശിത ആക്രമണം. നമ്മൾ കുറേ കൊച്ചുകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല്ലുകൂടത്തില്ലേ. അപ്പോൾ അവനെ അടിച്ചവനെ തന്നെയാണോ അടിക്കുന്നത്? അല്ല, അവന് വേറൊരാളെ കിട്ടുമ്പോൾ അവനങ്ങ് അടിച്ചു പോകുന്നില്ലേ. അതൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത് ആദേശിത ആക്രമണം എന്ന് പറയുന്നത്. അപ്പം സ്കൂൾ പ്രായത്തിൽ പൊതുവെ കുട്ടികളിൽ കണ്ടുവരുന്ന കോപമാണ് ആദേശിത കോപം എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അടുത്തത്, അമർഷം, അരിശം, കലിതുള്ളൽ എന്നിവയാണ് കോപത്തിൻ്റെ വിവിധ വശങ്ങൾ. നമുക്ക് തന്നെ അറിയാം, നമുക്കൊരു കാര്യം ദേഷ്യം വന്നത് എന്താണ്, ഫസ്റ്റ് നമുക്ക് അമർഷമാണ് പോകുന്നത്. അതുപോലെ നമുക്ക് അരിശം തോന്നും. ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്താണ്, നമുക്ക് അമർഷം തോന്നും അഥവാ അരിശം തോന്നും. ചിലപ്പോൾ നമ്മൾ കലിതുള്ളി എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നായിരിക്കും. അതെല്ലാം എന്തിനെയാണ്, കോപത്തിൻ്റെ വിവിധ വശങ്ങളാണ് പറയുന്നത്. ക്ലിയർ ആണ്? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അമർഷം, അരിശം, കലിതുള്ളൽ എന്നിവയാണ് കോപത്തിൻ്റെ വിവിധ വശങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. കോപത്തിൻ്റെ ഉറവിടം നിർമ്മാർജ്ജനം ചെയ്താൽ കോപം കുറയ്ക്കാനോ ഇല്ലാതാക്കാനോ കഴിയും കേട്ടോ. അപ്പം നമുക്കറിയാം എന്താണ്
കോപത്തിൻ്റെ ഉറവിടം നിർമ്മാർജ്ജനം ചെയ്ത, അതായത് എന്ത് കാരണത്തിനാണോ നമ്മൾ ദേഷ്യപ്പെട്ടെ ആ കാരണം നമ്മൾ നിർമ്മാർജ്ജനം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് കോപം കുറയ്ക്കാനോ ഇല്ലാതാക്കാനോ ഒക്കെ കഴിയും, നമുക്ക് മൈൻഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത പോയിൻ്റായിട്ട് പറയുന്നത് ആക്രമണോസ്തുത ഉള്ളവർ മറ്റുള്ളവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നവനും തൻ്റെ തന്നെ പൂർണ്ണ വികാസം തടസ്സപ്പെട്ടവനും ആയ വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം എന്താണ് ആക്രമണോസ്തുത, അതായത് അറ്റാക്കിംഗ് ടെൻഡൻസി ഉള്ളൊരു വ്യക്തി, മറ്റുള്ളവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നവനും, മറ്റുള്ളവർക്ക് എന്താണ് അറ്റാക്കിംഗ് ടെൻഡൻസി ഉള്ള വ്യക്തി എന്താണ്, മറ്റുള്ളവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നവനായിരിക്കും. അതുപോലെ തന്നെ തന്നെ പൂർണ്ണ വികാസം തടസ്സപ്പെട്ടവനും ആയ വ്യക്തിയാണ് കൂടുതൽ അറ്റാക്കിംഗ് ചെയ്യുന്നത്. അതായത് എന്താണ് മെൻ്റൽ എബിലിറ്റി ഒക്കെ കുറവുള്ള വ്യക്തികളല്ലേ എപ്പോഴും ഫൈറ്റും ആക്രമിക്കാനൊക്കെ പോകുന്നത്, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ അത്തരമൊരു വ്യക്തി തനിമയുള്ള വ്യക്തി ആയിരിക്കില്ല. അയാളൊരു ആക്രമിക്കാനൊക്കെ പോകുന്ന ഒരു വ്യക്തി എങ്ങനെയാണെങ്കിൽ ഒരു തനിമയുള്ള വ്യക്തി ഒരിക്കലും ആയിരിക്കത്തില്ല. ആക്രമിക്കാനൊക്കെ പോകുന്ന വ്യക്തി അവൻ്റെ ഹൃദയത്തിലും സാധാരണ മനുഷ്യരുടെ ആഗ്രഹങ്ങൾ തുടിക്കുന്നുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഈ സൈക്കോളജി പറയുന്നത് അവൻ്റെ ഹൃദയത്തിലും സാധാരണ മനുഷ്യരുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ തുടിക്കുന്നുണ്ടാവും. അവനിലും അതേ തോതിൽ മനുഷ്യത്വം പുലരുന്നുണ്ടാവും കേട്ടോ, മനുഷ്യത്വം പുലരുന്നുണ്ടാവും. അപ്പോൾ അതായത് ചില വ്യക്തികളൊക്കെ ആക്രമിച്ചു കഴിഞ്ഞാൽ എന്താണ്, അവനൊരു കുറ്റബോധമൊന്നുമില്ലേ, അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. അവനിലും അതേ തോതിൽ മനുഷ്യത്വം പുലരുന്നുണ്ടാവും എന്നാണ് പറയുന്നത്. എന്നാൽ തൻ്റെ അടിസ്ഥാനപരമായ മാനുഷിക ത്വരകളെയും ആവശ്യങ്ങളെയും തൃപ്തിപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുന്ന മാതാപിതാക്കളോടും അധ്യാപകരോടും സാമൂഹ്യ സംഘടനയോടുമുള്ള പ്രതിഷേധവും കലഹവും പ്രകടിപ്പിക്കാൻ വേണ്ടി അവൻ സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തികൾ സ്വീകരിക്കുന്നു. നമുക്കറിയാം ചില കുട്ടികളെ ഈ അധ്യാപകർ ശിക്ഷിക്കത്തില്ലേ, അത് അടി കൊടുക്കുകയൊക്കെ ചെയ്തില്ലേ. അപ്പോൾ ചില കുട്ടികൾക്ക് എന്താണ് അധ്യാപകരോട് ഭയങ്കര ദേഷ്യം വരും ഇല്ലേ, അധ്യാപകരെ അടിക്കാനുള്ള ദേഷ്യം വരും. അതൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് എന്താണ് മാതാപിതാക്കളോടും അധ്യാപകരോടും സാമൂഹ്യ സംഘടനയോടുള്ള പ്രതിഷേധവും കലഹവും ഒക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടി അവൻ എന്താണ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തികൾ സ്വീകരിക്കുന്നു കേട്ടോ. ഈ ഒരു ആക്രമണോത്സുകത, അതായത് അറ്റാക്കിംഗ് ടെൻഡൻസി ഉള്ള വ്യക്തികൾ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തികൾ സ്വീകരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇത്ര നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് നോക്കാം, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന കുറേ പോയിന്റുകളാണ്. അതായത് കുറ്റവാസനയ്ക്ക് വിത്തുപാകുന്ന ഘടകങ്ങൾ. കുറ്റവാസനയ്ക്ക് വിത്തുപാകുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറ്റവാസനയ്ക്ക് ചുവടെ പറയുന്ന ഘടകങ്ങളാണ് പ്രധാനമായും കാരണമാകുന്നത്. ഏതെന്ന് നോക്കാം. പാരമ്പര്യ ഘടകങ്ങൾ. പാരമ്പര്യ ഘടകങ്ങൾ എന്താണെന്ന് നോക്കാം. പാരമ്പര്യവാദികൾ വാദിക്കുന്നത് ആക്രമണവാസന പരമ്പരയിൽ നിന്നും പരമ്പരയിലേക്ക് പകർന്നു കിട്ടുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്, കുറ്റവാസനയ്ക്ക് വിത്തുപാകുന്ന ഘടകങ്ങളാണ്. ആദ്യത്തെ ഏതാണ്, പാരമ്പര്യ ഘടകങ്ങൾ. ഈ പാരമ്പര്യ ഘടകങ്ങളിൽ നിന്ന് പാരമ്പര്യവാദികളാണ് കേട്ടോ, പാരമ്പര്യവാദികളാണ് വാദിക്കുന്നത്. എന്താണ് നമുക്കറിയാം, നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ആർക്കെങ്കിലുമൊക്കെ നല്ല ദേഷ്യം ഉണ്ടെങ്കിൽ നമുക്കും ദേഷ്യം വരുമെന്നാണ് ഈ പാരമ്പര്യവാദികൾ വാദിക്കുന്നത്. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അതായത് അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അതായത് അച്ഛൻ ഇന്നതായെന്ന് പറഞ്ഞിട്ട് മോനും ഒരിക്കലും അങ്ങനെ ആവണമെന്നില്ലല്ലോ. പലരും പല വ്യത്യസ്ത സ്വഭാവമുള്ളവരല്ലേ. ഒരിക്കലും ഒരു അച്ഛൻ ഒരു കുറ്റവാളി ആയതുകൊണ്ട് ഒരിക്കലും ഒരു മോന് കുറ്റവാളി ആവുന്നില്ല എന്നാണ് നമ്മുടെ ഒരു കോമൺ ടോത്ത്. പക്ഷേ ഇവിടെ പാരമ്പര്യവാദികൾ വാദിക്കുന്നത് ആക്രമണവാസന പരമ്പരയിൽ നിന്നും പരമ്പരയിലേക്ക് പകർന്നു കിട്ടുന്നതെന്നാണ് പാരമ്പര്യവാദികൾ വാദിക്കുന്നത്. ക്ലിയർ ആണ്. അടുത്ത രണ്ടാമത്തെ കുറ്റവാസനയ്ക്ക് വിത്തുപാകുന്ന ഘടകങ്ങളാണ് ശരീരഘടന ഘടകങ്ങൾ കേട്ടോ. ശരീരഘടനാ ഘടകങ്ങൾ അതെന്താണെന്ന് നോക്കാം. ശാരീരിക വൈകല്യങ്ങൾ വ്യക്തിയിൽ അധമ ചിന്ത വളർത്തുന്നു. അങ്ങനെ സ്വന്തം ബലഹീനതകൾക്ക് പകരം നിൽക്കാൻ വേണ്ടി അയാൾ ആക്രമണങ്ങളിൽ ഏർപ്പെടാൻ പ്രേരിതനാവുന്നു. നമുക്കറിയാം, ഒരു മെൻ്റൽ ഹെൽത്തും അതുപോലെ തന്നെ ഒരു മെൻ്റൽ ഹെൽത്തും ശാരീരിക ഹെൽത്തും ഒക്കെ ഉള്ള ഒരാൾ എന്താ ചെയ്യും, അവനൊരിക്കലും മറ്റൊരാളെ ആക്രമിക്കാൻ പോകത്തില്ല. കാരണം എന്താണ്, അവൻ്റെ ഹെൽത്തും അവൻ്റെ മെൻ്റൽ ഹെൽത്തും ഒക്കെ ഓക്കെ ആയതുകൊണ്ട് അവൻ്റെ മൈൻഡ് കൺട്രോളായിട്ട് പോകും. പക്ഷേ ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളവർ, മെൻ്റലായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളവരൊക്കെ എന്ത് ചെയ്യും, അവൻ്റെ ബലഹീനതകൾക്ക് പകരം നിൽക്കാൻ വേണ്ടി അയാൾ ആക്രമണങ്ങളിൽ ഏർപ്പെടും കേട്ടോ. അതായത് ഒരു ശാരീരിക ബലഹീനതയൊക്കെ ഉള്ളവരെന്താണ് മറ്റുള്ളവരെ ആക്രമിക്കാനുള്ളൊരു ടെൻഡൻസി വരും. അതാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആണ്. രണ്ടാമത്തെ എന്താണ്, ശരീരഘടന ഘടകങ്ങളാണ്. അപ്പോൾ എന്താണ്, ശാരീരിക വൈകല്യങ്ങൾ വ്യക്തിയിൽ അധമ ചിന്ത വളർത്തുന്നതെന്നാണ് പറയുന്നത്. ക്ലിയർ ആണ്. അടുത്തത് എന്ന് പറഞ്ഞാൽ കുടുംബപരമായ ഘടകങ്ങൾ. അതായത് കലഹിച്ചു പിരിയുന്ന കുടുംബബന്ധം, അച്ഛനമ്മമാരുടെ കുറ്റകൃത്യങ്ങൾ, ദാരിദ്ര്യം, ഏകാന്തമായ കുടുംബ സാഹചര്യം, അച്ഛനമ്മമാരുടെ നിയന്ത്രണത്തിൽ അപര്യാപ്തത, സ്വാതന്ത്ര്യ നിഷേധം
തുടങ്ങിയ കുടുംബ പ്രശ്നങ്ങൾ ആക്രമണ വാസന വളർത്തുന്നു. നമ്മളറിയാം, നമ്മൾ സിനിമകളിലൊക്കെ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. എന്താണ്, കലഹിച്ച് കഴിയുന്ന കുടുംബങ്ങളിലൊക്കെ. ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഡൈവേഴ്സ് ആയി കഴിയുന്ന കുട്ടികൾ, ഒറ്റയ്ക്കൊക്കെ വളർന്ന കുട്ടികളൊക്കെ എന്താണ്, അവൻ പല എന്താണ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തികളിലും അതുപോലെ തന്നെ അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റി പോയി അവനെ നേർവഴിയിലോട്ട് നടത്താൻ ആരും കാണില്ല. അങ്ങനെ അവന് കുറ്റകൃത്യങ്ങളിലോട്ട് പോകാൻ സാധ്യതയുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ദാരിദ്ര്യം ഒരു ഫാക്റ്റാണ്. അതുപോലെ തന്നെ ഏകാന്തമായ കുടുംബ സാഹചര്യം, അച്ഛനമ്മമാരുടെ നിയന്ത്രണത്തിലുള്ള അപര്യാപ്തത, സ്വാതന്ത്ര്യ നിഷേധം. നമുക്കറിയാം, ഒരാൾക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കാതിരുന്നാൽ തന്നെ എന്താണ്, അവനൊരു ഒരാളെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതൊരു ജയിലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൂട്ടിലോ വല്ല ഇട്ട് കഴിഞ്ഞാൽ എന്താണ്, അവൻ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അറ്റാക്ക് ടെൻഡൻസികൾ കൂടുതലായിട്ട് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്, കുടുംബ പ്രശ്നങ്ങൾ അക്രമ വാസന വളർത്തുന്നു എന്നാണ് പറയുന്നത്. ക്ലിയർ ആണ്. അടുത്തത് 4-ാമത്തേത് വിദ്യാലയ സംബന്ധിയായ ഘടകങ്ങൾ. വിദ്യാലയ സംബന്ധിയായ ഘടകങ്ങൾ: മോശപ്പെട്ട പാഠ്യപദ്ധതി, തെറ്റായ ബോധന രീതികൾ, പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളുടെ അഭാവം, നിയന്ത്രണക്കുറവ്, അധ്യാപകരുടെ അനഭിലാഷണീയമായ വ്യവഹാരങ്ങൾ, തുടർച്ചയായ പരാജയം, അനാവശ്യമായ അനർഹമായ ശിക്ഷാ നടപടികൾ തുടങ്ങിയ വിദ്യാലയങ്ങളിലെ പ്രശ്നങ്ങളും ആക്രമണ വാസനയ്ക്ക് കാരണമാകാം. അപ്പം നമുക്കിത് വിദ്യാലയ സംബന്ധമായ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എന്താണ്, നമ്മളെ സ്കൂളിലെ ചില കുട്ടികളൊക്കെയാണ് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകർ ഒരുപാട് മെൻ്റൽ ഹറാസ്മെൻറ്റും ഒക്കെ കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ ഇല്ല, പണ്ടൊക്കെ ചെയ്യുമായിരുന്നല്ലോ. അപ്പോൾ എന്താണ്, കുട്ടികളിൽ എന്താണ് അതായത് അറ്റാക്കിംഗ് ടെൻഡൻസിയും അതുപോലെ തന്നെ ദേഷ്യവും കാര്യങ്ങളും ഒക്കെ ആക്രമണ വാസനയൊക്കെ വളരാൻ ചാൻസ് കൂടുതലാണെന്നാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആണ്. അപ്പോൾ ഏതൊക്കെയാണ് കുറ്റവാസനയ്ക്ക് വിത്തുപാകുന്ന ഘടകങ്ങൾ? ഏതൊക്കെയാണ്? 1-ാമത്തെ പാരമ്പര്യ ഘടകങ്ങൾ, 2-ാമത്തെ ശരീരഘടനാ ഘടകങ്ങൾ, 3-ാമത്തെ കുടുംബപരമായ ഘടകങ്ങൾ, 4-ാമത്തെ വിദ്യാലയ സംബന്ധിയായ ഘടകങ്ങൾ. ഇനി നമുക്ക് നമ്മളിപ്പോൾ കുറ്റവാസനയ്ക്കുള്ള വിത്തുപാകുന്ന ഘടകങ്ങളാണ് പഠിച്ചത്. ഇനി നമുക്ക് പരിഹാര നടപടികളാണ് വേണ്ടത്. അതല്ലേ അതല്ലേ നമുക്ക് ആവശ്യം വേണ്ടത്, പരിഹാര നടപടികൾ. എന്തൊരു പ്രശ്നം ഉണ്ടായാലും നമുക്കൊരു പരിഹാര നടപടികൾ സൈക്കോളജിയുടെ ഭാഗത്തു നിന്നും ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. കുട്ടികളുടെ ആക്രമണവാസന ഒഴിവാക്കാനായി അധ്യാപകർ ചുവടെ പറയുന്ന പരിഹാര നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. എന്താണ്? 1-ാമത്തെ എന്താണെന്ന് നോക്കാം. മക്കളെ മനസ്സിലാക്കാനും അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളും പ്രേരണകളും സാക്ഷാത്കരിക്കുന്നതിനും അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ ആവശ്യം ബോധപ്പെടുത്താനും വേണ്ടി മാതാപിതാക്കൾക്ക് പ്രബോധനം നൽകുക. അപ്പോൾ നമുക്ക് 1-ാമത് ചെയ്യാൻ കഴിയുന്ന പരിഹാര നടപടിയാണ് നമ്മളിപ്പോൾ കുട്ടികളെ മനസ്സിലാക്കുക. കുട്ടികൾ എന്താണ് അവൻ്റെ പ്രശ്നമെന്ന് നമുക്കിപ്പോൾ പല രീതിയിൽ കുട്ടികളെ എന്താണ് നമുക്ക് അപ്രോച്ച് ചെയ്യാം. ദേഷ്യപ്പെട്ട് ചോദിക്കാം, അതുപോലെ തന്നെ സ്നേഹത്തോടെ ചോദിക്കാം. കുറച്ചുകൂടെ നമുക്ക് സ്നേഹത്തോടെ അവരുടെ ആ ഒരു സ്നേഹത്തോടൊക്കെ ചോദിക്കുമ്പം അവരെ എന്താണ് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളും അതുപോലെ തന്നെ പ്രേരണകളും ഒക്കെ സാക്ഷാത്കരിക്കാൻ അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനൊക്കെ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു അധ്യാപകർ ആ കുട്ടിയെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുട്ടിയുടെ പ്രശ്നങ്ങൾ എന്താണ്, കുട്ടിക്ക് എന്തുകൊണ്ടാണ് കുട്ടി ഇങ്ങനെ ആവുന്നത്, കുട്ടിയുടെ കൂടെ നിന്ന് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് അവരുടെ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് അത് പ്രബോധനം ചെയ്ത് നൽകാം. ഇന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി നല്ല രീതിയിൽ വരും എന്നൊക്കെ ഒരു മോട്ടീവ് കൊടുക്കാൻ സാധിക്കും മാതാപിതാക്കൾക്ക് കേട്ടോ. അതാണ് 1-ാമത്തെ പോയിന്റ്, 1-ാമത്തെ പരിഹാര നടപടി. 2-ാമത്തെ എന്താണ്? കുട്ടികളെ ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും സാമൂഹ്യ വിരുദ്ധമായ പരിസ്ഥിതികളിൽ നിന്നും അകറ്റി നിർത്തുക. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, അവരെ നശിപ്പിക്കാനായിട്ട് ഒരുപാട് സാമൂഹ്യ വിരുദ്ധർ സ്കൂളിൻ്റെ പരിസരങ്ങളിലും അവിടെ എവിടെയൊക്കെ വന്ന് നിൽക്കുന്നതാണ്. എന്താണ്, ഡ്രഗ്സ് കൊടുത്തും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ. അപ്പോൾ എന്താണ്, ആ കുട്ടികളെ അങ്ങനെയുള്ള കുട്ടികളെ ആ ഒരു ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് നമുക്ക് എന്താണ് മാറ്റിക്കൊണ്ടുവരണം. ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും സാമൂഹ്യ വിരുദ്ധമായ പരിസ്ഥിതികളിൽ നിന്നും അകറ്റി നിർത്തുക. അപ്പോൾ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ പരിഹാര നടപടി എന്താണ്? കുട്ടികളെ ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും സാമൂഹ്യ വിരുദ്ധമായ പരിസ്ഥിതികളിൽ നിന്നും അകറ്റി നിർത്തുക. ഇനി 3-ാമത്തെ എന്ന് നമുക്ക് നോക്കാം. വിദ്യാഭ്യാസ സമ്പ്രദായവും വിദ്യാലയ പരിസ്ഥിതിയും ആരോഗ്യകരവും ആസ്വാദകരമാക്കുക. അപ്പോൾ നമ്മളിപ്പോൾ കുട്ടികളെ എന്തും പഠിപ്പിക്കുന്നത് എന്തും അടിച്ചേൽപ്പിക്കുന്നതിന് ആ ഒരു രീതി മാറ്റിയിട്ട് കുട്ടികളോട് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട്, അതാണ് ഇവിടെ പറയുന്നത്, വിദ്യാഭ്യാസ സമ്പ്രദായവും വിദ്യാലയ പരിസ്ഥിതിയും ആരോഗ്യകരവും ആസ്വാദികരവും ആക്കുക. അപ്പോൾ കുട്ടികൾ കുറേ ഫ്രണ്ട്ലി ആയിട്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് മെൻ്റൽ സ്ട്രെസ് കുറയും, കുറച്ചുകൂടെ എന്താണ് നല്ലൊരു വിൽ പവറും മെൻ്റൽ പവറും ഒക്കെ വരും. അതിന് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ് കുറച്ചുകൂടെ കുട്ടികളോടൊക്കെ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സംസാരിക്കുമ്പോഴും ഫ്രണ്ട്ലി ആയിട്ടൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് കുട്ടികൾക്ക് എന്താണ് വരുന്നത്, ആ കുട്ടികളുടെ മനസ്സിലെ ആ ഒരു ആക്രമണ വാസനയൊക്കെ കുറയ്ക്കാൻ ഒരു പരിധിവരെ സാധിക്കുന്നതാണ്. അടുത്തത് സംഘകേളികൾ, മത്സര കളികൾ, അതുപോലെ തന്നെ സ്കൗട്ടിംഗ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, സംഘപ്രവർത്തനങ്ങൾ എന്നിവ സംഘടിപ്പിക്കുക. നമുക്കറിയാം, നമ്മളെ സ്കൂളുകളിലൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്കൂളുകളിലൊക്കെ NCC ഉണ്ട്, അതുപോലെ തന്നെ സ്കൗട്ടിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു റെഡ് ക്രോസ് ഉണ്ട്, ഒരുപാട് സാമൂഹ്യ NSS ഉണ്ട്, അതുപോലെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളും സംഘപ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ചില കുട്ടികൾക്ക് സ്പോർട്സിൽ താല്പര്യമുള്ള കുട്ടികളാണ്, ആ കുട്ടികളെ അങ്ങനെ അതിനുവേണ്ടി മോട്ടിവേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ ചില കുട്ടികൾക്ക് കായികപരമായിട്ടും കലാപരമായിട്ടും താല്പര്യമുണ്ട്, ആ കുട്ടികളെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുക.
സ്കൗട്ടിങ് സാമൂഹ്യ സേവനത്തിലൊക്കെ താല്പര്യമുള്ള കുട്ടികളെ ആ സാമൂഹ്യ സേവനത്തിലൊക്കെ കൊണ്ടുവിടുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിലൊക്കെ പോകുമ്പോൾ കുട്ടികളുടെ മനസ്സ് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആവും, കുറച്ചുകൂടെ നല്ലൊരു ചിന്താഗതിയിലോട്ട് വരും. ആക്രമണ വാസന വളരെയധികം കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ നൽകി അവരുടെ അധികോർജവും വികാരങ്ങളും ഉദാദീകരിക്കുക കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ നൽകി അവരുടെ അധികോർജവും വികാരങ്ങളും ഉദാദീകരിക്കുക എന്നാണ് അടുത്ത പോയിന്റ്. അങ്ങനെ അവസാനത്തെ പോയിന്റ് നോക്കാം. സന്മാർഗികവും മതപരവുമായ പ്രവർത്തനങ്ങളിലൂടെ സൂപ്പർ ഈഗോയും മനോഭാവങ്ങളും മൂല്യബോധവും വികസിപ്പിക്കുക. നമ്മൾ സൂപ്പർ ഈഗോ ഒക്കെ പഠിച്ചതാണ്. എന്താണ് സൂപ്പർ ഈഗോ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. സൂപ്പർ ഈഗോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. സൂപ്പർ ഈഗോ എന്താണ്? സന്മാർഗിക തത്വം എന്നാണ് നമ്മൾ സൂപ്പർ ഈഗോയെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സൂപ്പർ ഈഗോ ഒക്കെ ഓർമ്മയുണ്ടല്ലോ, അതൊന്നും മറക്കല്ല. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് സൂപ്പർ ഈഗോ ചോദിക്കുന്നതാണ്. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സിലെ ഈഗോയുടെ തന്നെ പരിണത രൂപമാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ട് ഈഗോയ്ക്കുണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്ന് വികസിക്കുന്നതാണ് നമ്മൾ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ സാമൂഹ്യ നന്മയെ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനമാണ് സൂപ്പർ ഈഗോ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് സൂപ്പർ ഈഗോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. മനസ്സിനുള്ളിലെ ശരിയും തെറ്റുമൊക്കെ നിയന്ത്രിക്കുന്ന ആരാണ്? സൂപ്പർ ഈഗോ ആണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സന്മാർഗികവും മതപരവുമായ പ്രവർത്തനങ്ങളിലൂടെ സൂപ്പർ ഈഗോയും മനോഭാവങ്ങളും മൂല്യബോധവും വികസിപ്പിക്കുക. അപ്പോൾ നമുക്ക് സൂപ്പർ ഈഗോ ഒക്കെ കുട്ടികളിൽ എന്താണ് സന്മാർഗിക പ്രവർത്തനങ്ങളിലൂടെ അതുപോലെ തന്നെ മതപരവുമായ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ നമുക്ക് കുട്ടികളിലെ സൂപ്പർ ഈഗോയും മനോഭാവങ്ങളും മൂല്യബോധവും ഒക്കെ വികസിപ്പിക്കാൻ സാധിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പരിഹാര നടപടികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ആക്രമണവാസന കുറയ്ക്കുന്നതും അതുപോലെ തന്നെ ആക്രമണവാസന എങ്ങനെയാണ് ഉണ്ടാകുന്നത് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചത്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇച്ഛാഭംഗം, മാനസിക സമ്മർദ്ദം തുടങ്ങിയ ടോപ്പിക്കുകളാണ് പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഉത്കണ്ഠ, ആൻസൈറ്റിയൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക. ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നൊരു വലിയൊരു സപ്പോർട്ട് കൂടിയാണ്. ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ റെക്കമെൻഡേഷൻ ചെല്ലും, നമുക്കൂടെ ഒരു സപ്പോർട്ടാണ്, റീച്ച് കിട്ടും. അതുപോലെ തന്നെ മാക്സിമം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുകൂടാതെ തന്നെ ബാക്കിയുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഹൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതുപോലെ തന്നെ ഈ മാസം 24-നാണ് ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ പരീക്ഷ. അതിനു മുമ്പേ നമ്മൾ ക്ലാസ്സുകൾ തീർത്ത് ഈ ഒരാഴ്ച കൊണ്ട് തന്നെ അടുത്തൊരാഴ്ച കൊണ്ട് തന്നെ ക്ലാസ്സുകൾ തീർത്തിട്ട് ഉടനെ തന്നെ നമ്മൾ മോക്ക് ടെസ്റ്റും മോഡൽ ക്വസ്റ്റ്യൻസും വർക്കൗട്ടിങ്ങും ഒക്കെ നമ്മൾ ഉടനെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ഭാഗത്ത് നിന്ന് ആരംഭിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സസും ഒക്കെ നമ്മുടെ ചാനലിൽ ഇടുന്നതാണ്. മാക്സിമം നമ്മുടെ കൂട്ടുകാരികളും അതുപോലെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ടും സൈക്കോളജിയുടെ അടുത്തൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു.